പിന്നെ ഇങ്ങോട്ട് വിശ്വസിക്കുന്നത് പ്രവാചകൻ മോളെ വിളിച്ചു ഫാത്തിമ മോളെ ഫാത്തിമ ഫാത്തിമ ബീവി വാതിൽ തുറന്ന് കെട്ടി പിടിച്ചു കൊടുത്തു. പ്രവാചകൻ ചോദിച്ചു, എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ഞാൻ വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി, എനിക്ക് ഇവിടെ കഴിക്കാൻ ഒന്നുമില്ല. ഫാത്തിമ ബീബി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ തന്റെ കമ്മീസ് വയറ്റിൽ കെട്ടിയ കല്ലുകൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഫാത്തിമ ബീവിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീറുകൾ ധാരമായി ഒഴുകാൻ തുടങ്ങി. ഇതല്ല, ഇതിനേക്കാൾ സങ്കടമെന്നാൽ തൊട്ടപ്പുറത്ത് 2 റോസാപുഷ്പങ്ങളായ ഹസനും ഹുസൈനും ഉമ്മി ഉമ്മി എന്ന് വിളിച്ചു കരയുകയാണ്. നബിക്ക് താങ്ങാനായില്ല. നബി വീട് വിട്ട് നടന്നുകൊണ്ടേയിരുന്നു. മദീനയുടെ അറ്റത്തി കൺമിസ് അവിടെ തോട്ടം കാണിക്കുന്നു. മനുഷ്യ, ഞാൻ നിങ്ങളുടെ തോട്ടം നൽകാൻ സഹായിക്കട്ടെ? അയാളെ അടിമുടി നോക്കി. ഓ ശരി. ഒരു വട്ടം കെട്ടിൽ കോരിയാൽ 3 കാലം അങ്ങനെ പോകാൻ തുടങ്ങി. 1 അല്ല 2 അല്ല 8 പ്രാവശ്യം. 9 പ്രാവശ്യം കൈകൊണ്ട് ബക്കറ്റ് കിണറ്റിൽ പിക്കോ മുഖത്ത് അടി വീണു. അതും കുഞ്ഞാനബിയുടെ താമര പോലുള്ള കവിളത്തെ. നബിസർ നമ്മൾ ഒന്നും പറയാതെ തനിക്ക് കിട്ടിയ കാര്യം കൊണ്ട് പോയി. താൻ അടിച്ചത് പ്രവാചകനായിരുന്നു. പിന്നെ ഒന്നും താമസിക്കില്ല. തന്റെ പാട്ട് ഇന്നത്തെ കൈപ്പാലത്ത് കൈയൊക്കെ വേദന കൊണ്ട് പിളർന്നി വീണു. ആ വൈരാത്ത തങ്ങൾ ചോഴയിൽ കിടക്കുന്ന ആൾ തട്ടിവിളിച്ചു. മനുഷ്യ താങ്കൾക്ക് എന്താണ് പറ്റിയത്? താങ്കൾ കൈ ആരാൻ പറ്റിയത്? നാടെന്നതെല്ലാം പറഞ്ഞു. തങ്ങൾ വീട്ടിലേക്കുള്ള വഴി അറിയാമോ? അങ്ങനെ അയാളും യാത്ര സംഘവും നബിസല്ലാസിനും തങ്ങൾ വീട്ടിലേക്ക് ചെന്നു. അപ്പൊ നബിസല്ലാസം തനിക്ക് കിട്ടിയ കാര്യം ഹസൈനും ഹുസൈനും വീതിച്ചു കൊടുക്കുകയായിരുന്നു. നബിസല്ലാസ് തങ്ങൾ, എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്? താങ്കൾ പ്രവാചകനാണ്.